ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് നമുക്ക് വന്നിരിക്കുന്നത് TVSന്റെ ഒരു എൻടോർക്ക് വണ്ടിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ വണ്ടിക്ക് ചെറിയ പുകയുണ്ടായിരുന്നു. ആ പുക വന്നതുകൊണ്ട് നമ്മൾ ഓർത്തു പിസ്റ്റൺ കംപ്ലൈന്റ് ആയിരിക്കും, അതായത് പിസ്റ്റൺ റിങ്സ് തേഞ്ഞ് തീരാനായിരിക്കും. നമ്മളങ്ങനെ ഹെഡ് സിലിണ്ടർ എല്ലാം അഴിച്ചു. സിലിണ്ടർ അഴിച്ചപ്പോൾ പിസ്റ്റൺ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് കണ്ടോ, നിങ്ങൾ കാണുന്നുണ്ടോ? ഈ പിസ്റ്റൺ അങ്ങനെ വലിയ തേയ്മാനോ ഇതൊന്നുമില്ല, സൈഡിൽ കാർബൺ ഡെപ്പോസിഷൻ ഒന്നുമില്ല. പക്ഷേ ഈ പറയുന്ന പോലെ മേളിൽ നല്ല കാർബൺ ഡെപ്പോസിഷൻ ഉണ്ടായിരുന്നു. ഇത് ഇത്തിരി ഞാൻ ക്ലീൻ ചെയ്തതാണ്. അതുപോലെ തന്നെ ഇതിന്റെ റിങ്സ് രണ്ടും ഒരു സൈഡിലായിരുന്നു. ശരിക്കും ഇതെന്താ ഈ റിങ്സ് രണ്ടും ഒരു സൈഡിൽ വരാനുള്ള കാരണം എന്താണെന്ന് നോക്കിയപ്പോഴാണ്, പിസ്റ്റൺ അഴിച്ചപ്പോഴേ അത് നമുക്ക് മനസ്സിലായിരുന്നു. ഇത് കണ്ടോ സുഹൃത്തുക്കളെ, ഇത് പിസ്റ്റൺ കണക്ടിംഗ് റാഡിൽ കയറ്റിയിടുന്ന പിന്നാണ്. പിസ്റ്റൺ പിന്നെ രണ്ടായിട്ട് ഒടിഞ്ഞ് അതിൻ്റെ അകത്ത് ഇരിക്കുകയായിരുന്നു. പിസ്റ്റൺ പിന്നിന് രണ്ട് സൈഡിൽ ലോക്ക് വരുന്നത് കൊണ്ട് നമുക്ക് പിസ്റ്റൺ പിന്നോ പുറത്തോട്ട് പോരുന്നില്ല. ഇത് കണ്ടോ, ഇതിന്റെ എഡ്ജ് നോക്കിക്കേ, ഇത് കണ്ടോ, ഇതൊരറ്റം, ഇത് കണ്ടോ. ഇതെങ്ങനെ ഒടിഞ്ഞു എന്നുള്ളതിൽ നമുക്ക് യാതൊരുവിധ പിടുത്തവും കിട്ടുന്നില്ല. കാരണം കസ്റ്റമർ കറക്റ്റായിട്ട് എഞ്ചിൻ ഓയിൽ മാറുന്ന വണ്ടിയായിരുന്നു. അതുപോലെ തന്നെ സാധാരണ TVS എൻടോർക്ക് മാഗ്നറ്റിന്റെ സൈഡിൽ അകത്ത് വൺ വേ ക്ലച്ചിന്റെ ക്രാങ്ക് ഷാഫ്റ്റിൽ വരുന്ന ഒരു നട്ടുണ്ട്. ആ നട്ട് നമ്മൾ ഈ പറയുന്ന പോലെ ലൂസ് ആയി കഴിഞ്ഞാൽ സൗണ്ട് വരും. നമുക്ക് ആ സൗണ്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു പൊല്യൂഷൻ, അതായത് പുകയും കൂടെ വരുന്നതുകൊണ്ട് നമുക്ക് എന്താ പറയുന്നത്, ഒരു സംശയം തോന്നി നമ്മൾ ഹെഡും സിലിണ്ടറും അഴിച്ചതാണ്. സിലിണ്ടറിന്റെ ഈ സൈഡിലും അത്യാവശ്യം മാർക്കിങ് വീണിട്ടുണ്ട്. പക്ഷെ പിസ്റ്റൺ അങ്ങനെ കാര്യമായ കുഴപ്പമൊന്നുമില്ല. ഇതിന്റെ ബോർ ചെക്ക് ചെയ്യണം. ബോർ ചെക്ക് ചെയ്യൽ അളവിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ റീബോർ ചെയ്യുകയോ അല്ലെങ്കിൽ സിലിണ്ടർ കിറ്റ് മാറി നമുക്ക് പണിയോ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്